ഇതൊക്കെ ഇതാ ഉപയോഗിക്കുന്നതാണ്. ഇതും അതിന്റെ ഒരു കലം തന്നെയാണ്. നമ്മൾ പണ്ടത്തെ ഫെദർ തൂവല് കൊണ്ടായിരുന്നു തൂവലുകൊണ്ട് പണ്ട് ചെയ്തത്. അങ്ങനെ അതിന്റെ ഒരു ലുക്ക് കണ്ടപ്പോൾ ഞാൻ ഇതിനോട് ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇന്തോനേഷ്യ, ഇറാൻ, തുർക്കി, ഇവിടൊക്കെയാണ്, ഈ രാജ്യങ്ങളൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളതല്ലേ. ഏകദേശം എത്ര പെന്ന് വരുന്നുണ്ട് ഇതിൽ? പല സൈസാണ്. ഇതിപ്പോ 1 mm കലമാണ്, ഇത് 2 mm കലമാണ്. മുക്താറാണ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്താണ്. മലപ്പുറത്ത് മെയിനായിട്ട് വരാനുള്ള കാരണം ഒരു ഉസ്താദ് ഒരു കാലിഗ്രാഫിൻ്റെ വർക്ക് ഇവിടെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഈ കൊറോണ ടൈമിനാണ് ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ മൂപ്പരെ വീട് ഇതിൻ്റെ ടോപ്പാണ് വരുന്നത്. പക്ഷേ ഈ പോണ വഴിയൊക്കെ നോക്കി നമ്മൾ പണ്ടത്തെ ആ ഒരു ഫീലിങ്ങൊക്കെ ശരിക്കും ചെയ്യുന്നുണ്ടല്ലേ. 18ാം പടിയൊക്കെ കയറി നോക്കട്ടെ. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടൈമും കാര്യങ്ങളൊന്നും കറക്റ്റ് പറഞ്ഞിട്ടില്ല. മൂപ്പര് എന്തായാലും വീട്ടിലുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീട് വരുന്നത്. ആരും കാണുന്നില്ലല്ലോ. അസ്സലാമലൈക്കും. എന്നൊക്കെ ഉണ്ട്, സുഖമല്ലേ? ആ, ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണല്ലോ. ഞാൻ വരുന്ന ആദ്യം തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് കാലിഗ്രാഫി വർക്ക്. ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ, യൂട്യൂബൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ കാലിഗ്രാഫി വർക്കിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ. ഉസ്താദ് തന്നെ ഓരോ കാര്യങ്ങൾ പറയണം. കാരണം ഇവിടെ വന്നപ്പം തന്നെ ഒരുപാട് വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഏതെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അല്ല, ഇപ്പോൾ ചെയ്തിട്ട് അല്ല, ഞാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒക്കെ സെറ്റാക്കി വെച്ചതാണോ? നിങ്ങൾ വരുന്നുണ്ടായിരുന്നപ്പോൾ ഏതായാലും നിങ്ങൾക്ക് സമയം ഒക്കെ ആയിക്കോട്ടെ. അപ്പോൾ നല്ല എളുപ്പത്തിൽ തന്നെ വേഗത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചാണ്. ഇന്ന് കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, ഇന്നിപ്പോൾ സമയം കിട്ടിയിട്ടില്ല. കാരണം ഈ ഒരു പെന്നോണ്ടാണോ ഇത്? നമ്മുടെ മുളല്ലേ വരുന്നത്? മുളയാണ് വരുന്നത്. ഈ മുളനോടാ എഴുതുന്നത്? മുള കൊണ്ടാ. അങ്ങനത്തത് പിന്നെ ഇതൊക്കെ പുറത്തുനിന്ന് വരുന്നതാണെങ്കിലും പുറത്തുനിന്ന് വാങ്ങി നമ്മള് പല രാജ്യത്തു നിന്നും വരുന്നതാണ്. അപ്പോൾ ഈ ഇതൊക്കെ ഇന്തോനേഷ്യ, ഇറാൻ, തുർക്കി, ഇവിടൊക്കെയാണ്, ഈ രാജ്യങ്ങളൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളതല്ലേ. ഏകദേശം എത്ര പെന്ന് വരുന്നുണ്ട്? ഇതിൽ പല സൈസാണ്. ഇതിപ്പോ 1 mm കലമാണ്, ഇത് 2 mm കലമാണ്. ഇങ്ങനെ ഒന്നും വ്യത്യസ്ത രീതിയിലുള്ള സൈസാണ്. അപ്പോൾ ഈ ഒരു പെന്നിന്, ഈ ഒരു മുളന്റെ ഒക്കെ പെന്നിന് ഏകദേശം എത്ര രൂപ വരും? ഓരോന്നിനും അതിന്റെ സൈസിനനുസരിച്ചുള്ള രീതിയിലുള്ള റേറ്റ് വരുന്നത്. ഇതിപ്പോ ഏകദേശം എത്ര വരും? എത്ര സൈസ്? ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് 4 സൈസാണ്. 4 mm. 4 mm. ഇത് ഏകദേശം ഒരു 300-350 റുപ്യ, 400 റുപ്യന്റെ വിലക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതില് മഷി എങ്ങനെ കറക്റ്റ് നിറക്കുക? മഷി അത് പറഞ്ഞുതരാം. മഷി ഇതിലേക്ക് ഉപയോഗിക്കുന്ന മഷികളാണ് ഇതൊക്കെ ഉള്ളത്. ഈ മഷികള് ഓക്കെ. ഉദാഹരണമായിട്ട് നോക്കി ജസ്റ്റ് ഇത്ര ആക്കിയാൽ മതി. ജസ്റ്റ് മഷി ആക്കിയിട്ട് നിങ്ങളൊന്ന് ചേർച്ച് പിടിച്ചിട്ട് ഇവിടെ നേരി ഈ ലെവലാ, ഈ ആംഗിൾ 80-90 ഡിഗ്രി കുത്തി പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഒരു ഫോളോ അപ്പ് ഉണ്ടല്ലോ. ഇത് കണ്ടോ നിങ്ങള്? ഈ ഒരു മുളനെ കൊണ്ട് നമ്മളിപ്പോൾ അതാക്കിയതാണ്. ഉസ്താദ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും, ഒന്ന് എഴുതി കാണിച്ചു തരും. ഒരു പ്രാക്ടിക്കൽ വർക്കിന് വേണ്ടിയിട്ട് ചെയ്തായിരുന്നു. ഇങ്ങനെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഇങ്ങനെ ശരിക്കുന്നതനുസരിച്ച് നമ്മളെ ഷാർപ്പ് ചെയ്ത് ഇങ്ങനെ വരും. ഉണ്ടോ? ഒരുപാട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ സൈസിനനുസരിച്ച് ഓരോ പെന്നും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. ഇപ്പൊ ഇത് വലിയ സൈസിന്റെ ആണ്, ഇത് വരുന്നത് 10 സൈസിന്റെ അല്ലേ. ഓരോ സൈസിനനുസരിച്ചിട്ടായിരിക്കും ഓരോ പ്രൈസും കാര്യങ്ങളും വരാം. സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് പ്രൈസ് വരും. ഇതിപ്പം 12 സൈസാണ്. ഇതിന്റെ ഒരു 15 mm അതിന്റെ മേലക്കുള്ളതൊക്കെ ആണെങ്കിൽ 1000-1500 രൂപ വരെ. മഷി നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം. നമ്മൾ ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ ഈ ഒരു വർക്കൊക്കെ ചെയ്തിട്ട് നല്ല രസമുണ്ട്. അപ്പൊ കയറി വന്നേർക്ക് തന്നെ കണ്ട ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർക്കാണ്. വളരെ അട്രാക്ഷൻ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ കറക്റ്റ് ഇപ്പൊ എന്താണ് എഴുതിയത്? അല്ലാഹു യുഹിബ്ബു സ്വാബിരീൻ എന്നാണ് അതിന്റെ. ഇതിപ്പോ ഈ ഒരു വർക്ക് തീർക്കാൻ ഏകദേശം എത്ര ദിവസം അങ്ങനെ എന്താ ഉണ്ട്? ദിവസം എന്ന് വെച്ചാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വർക്ക് നമ്മൾ വാട്ടർ കളർ കൊണ്ട് നമ്മൾ ചെയ്തേക്കും. അതിന്റെ ഇന്റേതായ ഒരു ഡിസൈനിങ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡിങ് പറഞ്ഞാൽ നല്ല രസമുണ്ട്. നല്ല ഫിനിഷിംഗ് അതിന്റെ ഓരോ വർക്ക് ഗ്രേഡിയന്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നാന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിലേക്ക് വരാൻ ആദ്യം തന്നെ ഈ ഒരു ഇത് ചെയ്യുന്നതാണോ? ഇല്ല, ഞാൻ ഇങ്ങനെ കാലിഗ്രഫി ആയിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ഒരാളാണ്.
പക്ഷെ ഈ ഒരു ഇതിൽ എപ്പോഴാണ് വരാൻ എല്ലാവരും വീട്ടിലങ്ങനെ ഒതുങ്ങിയിരുന്ന ഒരു കാലം ലോക്ക്ഡൌണിന്റെ ടൈം ഏകദേശം ഒരു വർഷത്തോളം എല്ലാവരും അടങ്ങി നിന്നൊരു ടൈമാണ്. സമയത്ത് ആ ടൈമിൽ ഒരുപാട് ആൾക്കാരെ കഴിവ് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അന്ന് എനിക്ക് യൂട്യൂബിലൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് യൂട്യൂബിൽ ഓരോരുത്തർ എഴുതി വിടുന്ന അവനവന്റെ കഴിവുകൾ എഴുതി വിടുന്നവരോ കാണാൻ സാധിച്ചിരുന്നു. എനിക്കൊന്ന് തോന്നി അന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാലോ എന്നൊക്കെ. പക്ഷെ ഇതിന് ബേസ് ആയിട്ടുള്ള ഈ പെണ്ണ് കാര്യങ്ങൾ അതൊക്കെ എങ്ങനെ പിന്നീട് പെരിചയപ്പെട്ടതാണ്. എഴുതാനുള്ള ശ്രമം ആദ്യം ഫസ്റ്റ് തുടക്കത്തിൽ ചെയ്തൊരു വർക്ക് കാണിക്കാൻ പറ്റും? തുടക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് അതിന്റെ തുടക്കത്തിലുള്ള ഒരു വർക്ക് ജസ്റ്റ് ഒന്ന് തുടക്കമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പെൻസിൽ കൊണ്ട് അവരിതാ അല്ലാന്നുള്ളത് പെൻസിൽ കൊണ്ടുള്ള യൂട്യൂബിൽ അങ്ങനെ. ഇതാണ് ഫസ്റ്റ് ടൈം നിങ്ങൾ ചെയ്തത്. അത് കഴിഞ്ഞ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത വർക്ക് ഏതാണ്? ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്താണ് ഇത്. ഇതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത വർക്ക് അല്ലേ? ഇത് ആരെങ്കിലും ഓർഡർ തന്ന അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, ഇത് ഞാൻ എന്റെ വെറുതെ ഒന്ന് എഴുതി എന്റെ വീട്ടിലേക്ക് വെക്കാലോ എന്ന് എഴുതിയിട്ട്. ഇതിപ്പോ കറക്റ്റ് എന്താണ്? ആരെങ്കിലും ഓർഡർ തരാണെങ്കിൽ നമുക്ക് അവർക്ക് ഇതിപ്പോ എന്താണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം എന്നാണ് ഇത് വായിക്കുക. പക്ഷെ ഇതൊക്കെ നമുക്ക് വായിക്കാൻ അറിയും. പക്ഷെ ഈ ഒരു കൂട്ടെഴുത്തിന്റെ മുകളില് എല്ലാവർക്കും ഒന്നും കഴിയണമെന്നില്ല. ലിപിയാണ് കാലിഗ്രഫി തന്നെ. ഇതിപ്പോ ഞാനിപ്പോ ഇപ്പൊ ഒരു വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ഒരാൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കും. അവര് ഇഷ്ടപ്പെടുന്ന വർക്ക് ഏതാണെന്ന് വെച്ചാല് അവർ എന്താണ് ആവശ്യപ്പെടുന്നത്, മാഷാ അല്ലാഹ് ആണോ അല്ലെങ്കിൽ തബാറക്കല്ലാഹ് എന്നാണോ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആയത്തുൽ കുർസിയാണ്. അങ്ങനെ നമ്മൾ ചിലപ്പോൾ വീടിന്റെ ഫ്രണ്ട് ആയത്തുൽ കുർസി, അസ്മാഉൽ ബദർ, ബദരീങ്ങളുടെ പേര് അവരേതാണോ വർക്ക് പറയണത് വെച്ചാൽ. പിന്നെ അതേപോലെ തന്നെ എല്ലാവരും ഒരു സംശയം ഉണ്ടാവും, ഇപ്പോൾ ചെറിയൊരു ഈ ഒരു വർക്ക് ചെയ്യാൻ ഏകദേശം എത്ര എമൗണ്ട് ആവും എന്നുള്ളതും. അത് നമ്മൾ എടുക്കുന്ന ഇപ്പം ഏതൊരു ഇതാണെങ്കിലും എടുക്കുന്ന പണിക്ക് എത്ര ടൈം വരുന്നുണ്ട്, എത്ര ദിവസം വരുന്നുണ്ട്, അതിനനുസരിച്ചിട്ടാണ്. പിന്നെ വർക്കിന്റെ കണ്ടീഷൻ, പിന്നെ അതിന്റെ സൈഡിലുള്ള ബോർഡർ ഒക്കെ വരച്ച് ഒക്കെ നമ്മൾ തന്നെ സെറ്റ്. ഏകദേശം ഇത് മാത്രം ശരിയാക്കണമെങ്കിൽ എത്ര എമൗണ്ട് വരും? അത് പലർക്കും പല റേറ്റാണ്. വലിയ കാലിഗ്രാഫേഴ്സ് ഒക്കെ നല്ല റേറ്റ് വാങ്ങുന്നുണ്ട്. തുടക്കക്കാരായതുകൊണ്ട് പരിചയക്കാരൊക്കെ ചിലപ്പോൾ നമ്മള് 600-700 റുപ്യൊക്കെ നമ്മള് എഴുതി കൊടുക്കും. ഹാൻഡ് മെയ്ഡ് വർക്ക് ആയതുകൊണ്ട് 500-600 റുപ്യൊക്കെ നമ്മൾ വാങ്ങേണ്ടി വരും. കാരണം ഫ്രെയിം ചെയ്യിക്കുക ആണെങ്കിൽ 300 റുപ്യേന്റെ ഫ്രെയിം ചാർജ് വരും. പിന്നെ നമുക്ക് ഒരു ദിവസത്തെ മെനക്കെട് ഇതിനുണ്ട്. എന്തായാലും ഉണ്ട്. ഏകദേശം ഞാൻ ഉസ്താദിന്റെ നമ്പർ ഞാൻ കൊടുക്കാം. അതുപോലെ തന്നെ ഉസ്താദ് ഈ ചാനൽ ഇടം ചെയ്യുന്നുണ്ടല്ലേ? യൂട്യൂബില് ഇടയ്ക്ക് ഇടാറുണ്ട്. എന്റെ ഒരു ചാനലുണ്ട്, കാലിഗ്രാഫി എന്നാണ് എന്റെ പേര്. അതിന്റെ ലിങ്കും ഞാൻ ഇവിടെ താഴത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതെന്താണ്, ഇതൊക്കെ ഇതാ ഉപയോഗിക്കുന്നതാണ്? ഇതും അതിന്റെ ഒരു കലം തന്നെയാണ്. നമ്മള് പണ്ടത്തെ ഫെദർ തൂവല് കൊണ്ടായിരുന്നു പണ്ട് എഴുതിയത്. അങ്ങനെ അതിന്റെ ഒരു ലുക്ക് കണ്ടപ്പോ ഞാൻ ഇതിനോട് ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചില വർക്കുകൾ ഇതൊക്കെ എഴുതാൻ, ചില സൈസുകളൊക്കെ എഴുതാനൊക്കെ, ചെറിയ രൂപത്തിലുള്ളത് എഴുതാനൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ ബാക്കി വരുന്ന ഓരോ നിബുകളാണത്. ഇതിന്റെ നിബുകളല്ലേ വരുന്നത്? ഓരോ സൈസിനനുസരിച്ചിട്ട് ഓരോ സൈസാണ്. എന്തായാലും ഈ ഒരു മേഖലയിലേക്ക് നിന്നപ്പം ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഓരോന്ന് എഴുതാനും. ഇതിപ്പോ ഏതാണ് പെണ്ണ്? ഇത് നമ്മുടെ നാട്ടും പുറത്തുനിന്ന് തന്നെ വാങ്ങാൻ കിട്ടുന്നത്, നമ്മളെ ബുക്ക് സ്റ്റാളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നത്. ഇപ്പൊ കാലിഗ്രഫിക്ക് വേണ്ടിയിട്ട് ബിഗിനേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പെന്നാണിത്. ഇത്തരത്തിലുള്ള നല്ല മോഡൽ തന്നെ നല്ല പെന്ന് തന്നെയാണ് ഇത്. അത്യാവശ്യം 100-300 രൂപയ്ക്ക് മൊത്തം ഒരു സെറ്റായിട്ട് നമുക്ക് ഇത് വാങ്ങാൻ കിട്ടും. ഇതിന് നമ്മൾ മഷി ഇങ്ങനെ നിറച്ച് കൊടുക്കലാണ്. വാങ്ങിയ മഷികൾ തിരിച്ചിട്ട് ഇതിൽ ഒഴിച്ചിട്ട് അത് നേരെ ഇത് ടോപ്പ് ക്ലോസ് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ മുക്ക് ചെയ്യും. അപ്പോൾ ഒരു പാകത്തിന് നമ്മൾ കുത്തി പിടിച്ചിട്ട് ഇങ്ങനെ എഴുതാൻ ചെയ്യും. എനിക്കിപ്പോൾ ഇവിടുന്ന് സ്പോട്ടിന് ഒരു അല്ലാന്നുള്ള ഒരു ജസ്റ്റ് നോക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. നമുക്ക് എന്തായാലും നോക്കൊന്ന് കണ്ടോക്കാം. കാരണം കാലിഗ്രാഫി വർക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ കാണുമ്പോൾ തന്നെ ഒരുപാട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഓർഡർ വരുന്നുണ്ട്. ഇതൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ നല്ല സ്ഥിര ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ചെയ്തത് ഒരുപാട് ഓർഡർ പ്രകാരം കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഇത് നമ്മളിതിപ്പോൾ കറക്റ്റ് സ്ഥലം വരുന്നത് നമ്മളെ മലപ്പുറം എവിടെയായിരുന്നു? ഇത് മലപ്പുറം ജില്ല കുഴിമണ്ണ പഞ്ചായത്തിലല്ലേ? കുഴിമണ്ണ പഞ്ചായത്തില് പുളിയക്കോട് മേൽമുറി 9ാം വാർഡിലല്ലേ വരുന്നത്. അപ്പോൾ എന്തായാലും ഉസ്താദിന് നമ്പർ കൊടുക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക. എന്തായാലും ഉസ്താദ് ഇപ്പോൾ ഇവിടെ ഒരു അല്ലാന്നുള്ള ഒരു എയ്ത്ത് ഇപ്പോൾ ഇത് നമുക്ക് നോക്കാം. കാരണം ഉസ്താദ് തുടക്കം തന്നെ പറഞ്ഞിരുന്നു, കാരണം ഈ ലോക്ക്ഡൌണിന്റെ ടൈമിനാണ് ഇതിലേക്കൊക്കെ നിന്നത്. കാലയളവായിട്ടേ ഉള്ളൂ, അതിൻ്റെതായ ഒരു ഒക്കെ ഉണ്ടാവും. ഇതിന്റെ സൗണ്ട് കണ്ടങ്ങളെ, ആ ഒരു സൗണ്ടോട് കൂടി ഇങ്ങനെ ഫീൽ ചെയ്ത് എഴുതണം എന്നാണ് ഇതിന്റെ ആളുകൾ നമ്മളെ പഠിപ്പിക്കുന്ന ഇതിന്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയാറുള്ളത്. ആ ഒരു ശബ്ദം ഇങ്ങനെ വരണം, അതിന്റെ ഒരു ഒഴുക്ക്. മൈക്ക്
കണ്ടല്ലോ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രത്യേക രീതിയിലുള്ള ശബ്ദം ഇങ്ങനെ വരുന്നേ കണ്ടല്ലേ. ആ ഒരു ഈ ഒരു വര പോലത്തെ ഒരു ഫോളോ അപ്പ് ഉണ്ടോ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ലുക്ക്, ഹൈലൈറ്റ് അല്ലേ. അങ്ങനെ ഒരു പ്രത്യേക ഇതൊക്കെ നമുക്ക് കാണാം. നമ്മൾ വലിയ സൈസിൽ നമുക്കത് എഴുതുകയാണെങ്കിൽ നല്ല ശരിക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിങ്ങനെ ഒരു പ്രത്യേക ഒരു ലൈന് മരത്തിന്റെ ഒരു ഷേപ്പ് വരുന്നുണ്ട്, വുഡിന്റെ ഒരു ഷേപ്പ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടൊരു കാലിഗ്രഫിന്റെ അല്ലെങ്കിൽ ഒരു ഓരോന്നോരോ ലിപിയാണ്. ഇപ്പൊ ഹത്തു സുലുസിൽ നമ്മള് പിന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ്. ശരിക്കും വലിയൊരു കാലിഗ്രഫേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒന്നുമല്ല. കാരണം ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പഠിപ്പിച്ചല്ലോ. അല്ല, ഓരോ അക്ഷരത്തിനും അതിൻ്റെതായ അളവുണ്ട്, ഒരു നിയമങ്ങളുണ്ട്. എല്ലാത്തിനും കൃത്യമായ ഡോട്ടുകൾ ഇട്ടിട്ടുള്ള നിയമങ്ങളുണ്ട് ഓരോ അക്ഷരവും. അത് പരമാവധി നമ്മൾ നല്ലോണം എത്ര എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് അത് മെച്ചപ്പെട്ട് വരുള്ളൂ. അങ്ങോട്ട് പരിചയപ്പെടുത്താൻ പറ്റും. അതായത് ഇത് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ വർക്കിൽ മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വർക്കും ഒക്കെ നമ്മൾ പൂർപ്പിച്ച് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഉപയോഗിക്കുന്ന കത്തിയാണ് നൈഫ് എന്നത്. കട്ടൻ കോപ്പി അല്ലേ? നല്ല കറക്റ്റ്, നല്ല ഷാർപ്പാണ്. നല്ല ഇതിക്ക് ഉപയോഗിക്കുന്ന നൂലാണിത്. ഇത് നൂലെങ്ങനെ ഉപയോഗിക്കുക? സിൽക്ക് ത്രെഡ്. ഇത് പുറത്തുനിന്ന് വരുന്നതാണ് സാധനം. നമ്മളെ ഇവിടെ നമുക്ക് സാധാരണ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സാധാരണ നൂല് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ നൂല് വെച്ചിട്ടോ ഉപയോഗിക്കാം. പക്ഷെ എന്നാലും ഇതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതി നൂല് ഉപയോഗിച്ചിട്ട് എങ്ങനെ നൂലിലാണ് ഇപ്പൊ ഇതുള്ളത്. മഷി അങ്ങനെയല്ല. ഇതിപ്പോ ഒരു നൂലിന്റെ ഉള്ളിൽ നമ്മൾ മഷി ഒഴിക്കലാണ്. ഈ ഇത്ര ഇങ്കുകള് നമ്മളിങ്ങനെ ഇങ്ങനെ അങ്ങനെ കുത്തി പിടിച്ചിട്ട് രണ്ട് ഇങ്ക് വേറെ, ബ്ലാക്ക് ആണ്, ബ്രൗൺ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുത്തനെ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് മഷി ഉറ്റുപോകൂല. അപ്പോൾ നൂല് ഇവിടെ നൂലിലേക്ക് നമ്മൾ മഷി ഒഴിക്കുക ചെയ്യാം. അപ്പോൾ അതിൽ കുതിർന്ന് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അതിൽ നമ്മൾ കുത്തി കലം ഇങ്ങനെ കുത്തി എടുത്തിട്ട് എഴുതുമ്പോൾ അതിന് പാകപ്പെട്ട മഷി ഇതിലുണ്ടാവും. ഓവറായിട്ടുണ്ടാവില്ല. എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല ലെവലിൽ എഴുതാൻ പറ്റുന്ന രൂപത്തിൽ അത് കഴിഞ്ഞാൽ അതാണ് ഇതിന്റെ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞല്ലേ. തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പാടില്ല. നമ്മൾ അതിനെ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പഠിച്ചല്ലേ. ഇനിയിപ്പോ പലതരത്തിലുള്ള പെന്നുകൾ ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഓരോ തരത്തിലുള്ളതോ. ഇത് ജാവിന്ന് അതിനെ കലമിന് പറയാം. ഇതൊക്കെ പുറത്തുനിന്ന് വരുന്നതാണ്, ഇന്തോനേഷ്യന്റെ സാധനങ്ങളാണ്. നമുക്ക് ഇവിടുന്ന് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. കോഴിക്കോടുണ്ട് ഒരു ഷോപ്പ്. കോഴിക്കോട് കാഗ്രാർട്ടരും ബീച്ചിലല്ലേ, അവിടെ വാങ്ങാൻ കിട്ടും. പിന്നെ അതൊക്കെ ഓരോ സൈസ് ഓരോ രാജ്യത്തിന്റെ ഇതായിരിക്കും ഇതൊക്കെ ഉള്ളത്. ഒരു സെറ്റായിട്ട് ഒന്നായിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ഇത് കിട്ടും. ഇതിനൊക്കെ നമ്മൾ മാർക്കർ ഉണ്ട്, വ്യത്യസ്ത രീതിയിലുള്ള മാർക്കർ സൈസ്. ഇതും അതിനുള്ള ഒരു 150 രൂപ ഈ മാർക്കറിന് വരുന്നത്. 150 രൂപ. വ്യത്യസ്ത കളറാണ്. ഇത് വാട്ടർ ബേസ്ഡ് അല്ലേ? നമ്മൾ ഈ ഇതിലൊക്കെ ഗ്ലോസി ഷീറ്റ് ഏറ്റവും ഇതിൽ പ്രധാനപ്പെട്ട ഇതിന്റെ വർക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഇങ്ങനത്തെ തിളങ്ങുന്ന ഗ്ലോസി ഷീറ്റ് കാരണമായിട്ട് നമ്മള് അതായത് തിളങ്ങുന്ന ടൈപ്പുള്ള സാധാ നോർമൽ പേപ്പർ അല്ല, തിളങ്ങുന്ന ടൈപ്പുള്ള, അതായത് നമ്മളെ GSM കൂടിയ ടൈപ്പ്. കൂടുന്നതിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ഒന്നുകൂടി എഫക്റ്റ് ഉണ്ടാവും. നല്ല ഇത് എഴുതാനൊരു എഫക്റ്റ് ഒന്നും കൂടി മാറും. ഈ ഗ്ലോസി ടൈപ്പില് നടക്കുള്ളൂ അല്ലേ? ഈ ഗ്ലോസിലാണോ ഇതൊക്കെ ചെയ്തത്? ഇതൊക്കെ ഗ്ലോസിലല്ലേ ചെയ്തത്? ഇത് ഞാൻ ബ്ലാക്ക് കളർ ചാർട്ടില് ഗോൾഡിങ്ങില് അങ്ങനെ ചെയ്തതാണ്. ഇത് ഒരു എല്ലാരും അന്നൊക്കെ ക്യാൻവാസ് വർക്ക് നല്ലോണം വരാറുണ്ട്. ക്യാൻവാസ് ബോർഡ് ഉണ്ടല്ലോ. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ക്യാൻവാസ് ബോർഡ് കണ്ടപ്പോൾ അതിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലോ എന്ന് കരുതിയിട്ട് ക്യാൻവാസ് ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ട് ഇതിപ്പോ കറക്റ്റ് എന്താ ആയത്തുൽ കുർസി മുഴുവനായിട്ടുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ള റൗണ്ടിൽ പെട്ടു. ബാക്കിയുള്ളത് ഇവിടുന്ന് ഇങ്ങനെ ആയത്തുൽ കുർസി ഇതിൽ ഇത് എത്ര ദിവസത്തെ വർക്കാണ്? ഇത് നമുക്കൊരു ഒരു ദിവസം 3-4 മണിക്കൂറിന് മേലെ എടുക്കും. 3-4 മണിക്കൂറിനുള്ളിൽ ഇത് നമ്മള് സ്ഥിരം ഫുള്ളായിട്ട് ഇരുന്ന് ചടക്കാതെ ഇരിക്കുകയാണ്. എപ്പോഴാണോ ഇത് മടുപ്പ് വരുന്നത് അപ്പം നിർത്തണം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഇത് നമുക്ക് കൃത്യമായിട്ടുള്ള പെർഫെക്ഷൻ കിട്ടൂല അല്ലേ? എന്തായാലും മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടുണ്ട്. ആയത്തെ കുറിച്ചൊക്കെ എഴുതിയ കണ്ടില്ല നിങ്ങൾ, റൗണ്ടൊക്കെ അടിച്ചിട്ട്. എന്തായാലും ഇതിനൊരു പ്രത്യേക ഒരു കൈവനം വേണം. കാരണം ഈ ലോക്ക്ഡൗൺ ടൈമിൽ തുടങ്ങിയതാണെങ്കിൽ പോലും പക്ഷേ അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തുടക്കക്കാരനാണ് മിസ്റ്റേക്ക് ആണെന്നൊന്നും പറയണ്ട, നല്ല രസമായിട്ടുണ്ട് ഓരോന്നും ചെയ്തത്. എന്തായാലും ഇത് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് കൂടി വരാനുള്ള കാരണം അറിഞ്ഞേക്ക് തന്നെ വന്ന അതാണ്. എന്തായാലും
വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? വേറെ എന്താണ്, ഇങ്ങനെ എന്തെങ്കിലും വർക്കുകളൊക്കെ ആർക്കെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ അല്ലേ? എന്തായാലും ഉസ്താദിന്റെ നമ്പറൊക്കെ നമ്മൾ താഴത്ത് കൊടുക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർ വീഡിയോ ഒക്കെ ഇടാറുണ്ട്, അതൊക്കെ സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കും. ഇത് തന്നെ നോക്കിയാൽ മതി. ഈ ഒരു വർക്കാണ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഭംഗിയിലാണ് ഉസ്താദ് ചെയ്തത്, നല്ല ഭംഗി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേമാതിരി തന്നെ ഒരുപാട് നല്ല നല്ല വർക്ക്. ഇത് ശരിക്കും ഫ്രെയിം കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇന്റേതായിട്ടുള്ള ഫ്രെയിം ആട്ടോ, ഞാൻ തന്നെ സെറ്റ് ആക്കിയിട്ടുള്ളതാണ്. അതായത് ഗ്ലാസ് ഷീറ്റ് വെച്ചിട്ട് പിന്നെ ഈ ആണി അടിക്കുന്ന സാധനങ്ങൾ ഞാൻ തന്നെ കുടുക്കിയിട്ടുള്ളതാണ്. അപ്പൊ ശരിക്കും ഫ്രെയിം കാര്യങ്ങൾ ഇതേമാതിരി ഒരു ഫ്രെയിമിലേക്ക് വരാണെങ്കിൽ ഒന്നും കൂടി മാറ്റം വരും അല്ലേ? ഒന്നും കൂടി ലുക്ക് തന്നെ മാറ്റം വരും. പുറത്തുനിന്ന് ഫ്രെയിം വാങ്ങിയിട്ട് ഞാൻ തന്നെ കുടുക്കി വെച്ച ഫ്രെയിമാണ്. എന്തായാലും മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഒരുപാട് ഓർഡറുകൾ വരട്ടെ, അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ചെയ്യട്ടെ എന്തായാലും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും ഉസ്താദിനെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ, ഉസ്താദ് മാക്സിമം ചെയ്ത് തരില്ലേ, പെട്ടെന്ന് ചെയ്ത് കൊടുക്കും. കിട്ടുന്ന ജോലി തിരക്കിന്റെ ഇടയിൽ കിട്ടുന്ന ഒഴിവിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ. അപ്പോൾ എന്തായാലും ഉസ്താദിനും സപ്പോർട്ട് ചെയ്യുക, നമ്മളും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മാക്സിമം ഷെയർ ചെയ്യല്ലേ, എല്ലാവരുടെ അടുത്തേക്കും എത്തിക്കുക. എന്തായാലും നമ്മൾ പോട്ടെ.